യുവത്തന്മാരുടെ ഹരോണ് മമ്മൂക്ക അന്ന് 2 പടത്തിന്റെ റിവ്യൂ പറഞ്ഞ് പൊളിക്കും നമ്മള്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വാരണമായിരം. നമസ്കാരം. നമ്മളെ ഡൊമിനിക്കിന്റെ വീഡിയോ ഒക്കെ അങ്ങ് മമ്മൂക്കയുടെ ഡൊമിനിക്ക് ഇറങ്ങാൻ പോണു. മമ്മൂക്കയുടെ 2025 ആദ്യത്തെ പടം അതാണ് ഡൊമിനിക്ക്. ഈ ഡൊമിനിക്കിന്റെ സംവിധായകൻ ആരാണെന്നറിയാമോ? മറ്റേ ഒരു പ്രണയ സല്ലാപങ്ങളുടെ, അതായത് പ്രണയിക്കാൻ യൂത്തന്മാർക്കും യൂത്തന്മാർക്കല്ല എല്ലാവർക്കും കമിതാക്കൾക്കും സർവത്ര ആൾക്കാർ ഏജില്ല പ്രണയിക്കാൻ പഠിപ്പിച്ച സൂര്യയുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായ വാരണമായിരം. ഓ, അതിന്റെ പേര് മറന്നു പോകും, സോറി. വാരണമായിരം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ഗൗതം മേനോന്റെ ഒരു ഗംഭീര പടം മമ്മൂക്കാനെ നായകനാക്കിയിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് ഗൗതം മേനോൻ. ആദ്യം തെരഞ്ഞെടുത്താരെ? മമ്മൂക്കാനെ. അതെന്തിനാണ്? യൂത്തന്മാരുടെ ഹരോണ് മമ്മൂക്ക അല്ലേ? മമ്മൂക്കാക്ക് പ്രണയിക്കാൻ അറിയാം, വില്ലനാവാൻ അറിയാം, നായകനാവാൻ അറിയാം. സർവത്രാദി വേലകളും മമ്മൂക്കയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മികച്ച സംവിധായകരിൽ ഒരാളായ ഗൗതം മേനോൻ മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കാനെ തെരഞ്ഞെടുത്തത്. സ്ഥിതിക്കനുസരിച്ച് ഈ ഗൗതം മേനോൻ മലയാളിയാന്ന് തോന്നുന്നു. ഗൗതം മേനോൻ മലയാളിയാണ്, പക്ഷെ ചെയ്തേക്കുന്ന അത്ര തമിഴ് പടങ്ങളാണ് ഫുള്ള്. പിന്നെ അതല്ലേ പറഞ്ഞ സൂര്യയുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് വാരണമായിരം. അതൊക്കെ കണ്ടിട്ട് നമ്മള് ഫാൻസ് ആയതല്ലേ? അതൊക്കെ കണ്ടല്ലേ നമ്മള് ഫാൻസ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരുപാട് കാത്തിരിക്കണത്. ഏത് മമ്മൂക്കായുടെ ഡൊമിനിക്ക് വരാൻ വേണ്ടിട്ട്. അതിന്റെ അകത്ത് സുരേഷ് ഗോപിയുടെ മകനുണ്ട് കേട്ടോ, ഗോകുൽ സുരേഷ്. ചേട്ടാ, സുരേഷ് ഗോപിന്റെ മകന് തുല്യ റോള് പോലെ റോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കാക്ക് ഒപ്പം യൂത്തന്മാര് വേണമെന്നേ. അല്ല, പോസ്റ്ററിലൊക്കെ ഫുള്ള് അതല്ലേ പറഞ്ഞ, മമ്മൂക്കാക്ക് ഒപ്പം നിക്കാൻ ഇപ്പൊ യൂത്തന്മാര് വേണം. യൂത്തന്മാരുണ്ടെങ്കിലാണ് മമ്മൂക്കാക്ക് ഒരു ത്രില്ലും എനർജിയും ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഗൗതം മേനോന്റെ ഡൊമിനിക് എന്ന് പറയുന്ന മമ്മൂക്ക നായകനായ സിനിമ കാണാനായിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. കഥയൊന്നും നമുക്കറിയില്ല, എന്താന്നറിയില്ല. ആകെ 3 ബ്രാൻഡ് ഉണ്ട്: മമ്മൂക്ക, ഗൗതം മേനോൻ, പിന്നെ സുരേഷ് ഗോപി, ഗോകുൽ സുരേഷ്. ഗോകുൽ സുരേഷ് അത്യാവശ്യം തിരക്കേടില്ല. ഗോകുൽ സുരേഷ് മികച്ച നടനായി മാറിക്കൊണ്ടിരിക്കുന്നു. മികച്ച നടനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് അഭിനയിക്കുന്നത്. പുള്ളി നന്നായിട്ട് കോമഡി ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഒരു കോമഡി ചെയ്യുന്ന ഒരു നടൻ. ഏലിയൻസ് ഒരു പടമൊക്കെ വന്നില്ലേ? അത് പുള്ളി ഗഗനചാരി. പക്ഷെ ആ പടമൊക്കെ എങ്ങനെ പൊട്ടിച്ചു കൊടുത്തു എനിക്ക് മനസ്സിലാവാത്ത. പക്ഷെ ആ പടത്തിലൊക്കെ കണ്ടിരുന്നത് ഹ്യൂമർ പൊളി, അടിപൊളിയായിട്ട്. പിന്നെ അപ്പോ അതൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ മമ്മൂക്ക വിളിച്ചേക്കണത്. അല്ല, മമ്മൂക്ക സബ്ജക്ട് ചെയ്യാതെ എന്തായാലും ഗൗതം മേനോൻ വിളിക്കില്ല. അപ്പൊ മമ്മൂക്കയുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നത്, അത് യൂത്തന്മാരെയൊക്കെ തെരഞ്ഞെടുക്കുക. കഥ എന്താന്ന് നമുക്കറിയില്ല, എന്തായാലും നല്ല ഗംഭീര സ്റ്റോറി ആയിരിക്കും. എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കഥയെന്ന് വെച്ചാല് മമ്മൂക്കയുടെ ആരാധകരെയും, അതായത് മമ്മൂക്കയുടെ എല്ലാ മാനറിസവും മനസ്സിലാക്കിയിട്ട് അത് തിയേറ്ററിൽ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു സ്റ്റോറി ആയിരിക്കും അത്. അല്ലെങ്കിൽ എന്തായാലും ഗൗതം മേനോൻ ഇങ്ങനത്തെ ഒരു പടം മമ്മൂക്കാനെ വെച്ച് ചെയ്യൂലല്ലോ. അത് മാത്രമല്ല, മലയാളത്തിൽ ആദ്യമായിട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന പടം ഉണ്ടാ. കാലങ്ങൾക്ക് ശേഷം വേറൊരു സംഭവം കൂടെ ഉണ്ട്. എന്താ കേട്ടറിവ് ശരിയാണോന്ന് അറിയില്ല. പറഞ്ഞു. എന്താണ്? അന്ന് തിയേറ്ററിൽ നമ്മളെ പിടിച്ചു കുലുക്കും. അതല്ല, അന്ന് തിയേറ്ററിൽ 2 തരം ആളുകൾ വരും. അത് വരും. പക്ഷെ അവര് പ്രഥമ ദൃഷ്ടിയ മറ്റേ ശങ്കരാടി പറയുന്ന പോലെ അത് എന്താ സംഭവം എന്നറിയോ? ഒരു 10-40 വർഷങ്ങളായിട്ട് ഇവരുടെ 2 പടങ്ങൾ ഒരേ ദിവസം റിലീസ് ആകാറുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് അത് അപ്പൊ ആരായിരിക്കും ആ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ അല്ലേ? അപ്പൊ ലാലേട്ടന്റെ തുടരും, ഡൊമിനിക് ദ മമ്മൂക്കയുടെ ഡൊമിനിക്കും കാണാനായിട്ട് നമ്മളെല്ലാവരും, അതായത് ഞാൻ ഓട്ടോറിക്ഷ തൊഴിലാളി, ഇപ്പൊ പിടിച്ച ഓട്ടോറിക്ഷക്കാരുടെ എല്ലാ സിനിമക്കും പോകും. നമ്മൾ ഭയങ്കര ആരാധകരാണ് ഇവരുടെയൊക്കെ. എന്നാലും മലയാള സിനിമയിലെ ലെജൻഡ് ആർട്ടിസ്റ്റുകളായ മമ്മൂക്കയും മോഹൻലാൽ ആഘോഷമായിരിക്കും. ഒരേ ദിവസം തിയേറ്ററിൽ മാറ്റൊരുക്കുന്ന സിനിമയാണ് തരുൺ മൂർത്തിയുടെ തുടരും ആൻഡ് ഗൗതം മേനോന്റെ ഡൊമിനിക്കും. എന്തായാലും ഈ 2 സിനിമകളും ഗംഭീരമാവട്ടെ. അത് മാത്രമല്ല, എന്ന് മമ്മൂക്ക, അതായത് ഇപ്പൊ നമ്മൾ ഡൊമിനിക്കിനാണ് റിവ്യൂ പറയണത്, എബോ റിവ്യൂ. അപ്പൊ ഈ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ ഗൗതം മേനോന്റെ നല്ല സുപ്രീം സിനിമ ആയിരിക്കുള്ളൂ. നല്ല ഗംഭീര പടമാവട്ടെ.
സുരേഷ് ഗോപിയുടെ മോനൊക്കെ കത്തി കയറട്ടെ, ഗോകുലൊക്കെ വരട്ടെ, ഇങ്ങോട്ട് തെളിഞ്ഞു വരട്ടെ, മമ്മൂക്കയുടെ ഒപ്പം നിന്ന് കട്ടക്ക് നിന്ന് അഭിനയിച്ച് ഗംഭീരമായിട്ട് ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ എന്തായാലും ഗൗതം മേനോനും മമ്മൂക്കാക്കും. പക്ഷെ ഒരു കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എന്താ പറയൂ? ഇപ്പൊ പുതിയൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടുണ്ട്, ഉണ്ണിമുത്തൻ, പാനന്തിൻ സൂപ്പർ സ്റ്റാർ. ഞാൻ കണ്ടില്ല, മാർക്കോ ഇല്ല, ഞാൻ കണ്ടില്ല. കാരണം വയലൻസ് പേടിയായിട്ടാണ് പോകുന്നത്, ചെവിയൊക്കെ കടിച്ചു പറിച്ചെടുക്കും. അതല്ലേട്ടാ പറഞ്ഞ്. പക്ഷെ ഉണ്ണിമുത്തൻ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല അഭിപ്രായമുള്ള പടം. പക്ഷെ ഇപ്പൊ ഈ ലാലേട്ടൻ മമ്മൂക്ക ഇവരെന്തായാലും ഇവര് മാറ്റിയിട്ട് ഇവിടെ സിനിമ ഉണ്ടാവുന്നുള്ള ഒരു പരിപാടി ഇല്ല. ആരും കളയില്ലടോ, അല്ലേ? ഒരിക്കലും കളയൂല, ഒരാളും മാറ്റി നിർത്തപ്പെടൂല, ഇല്ല, ഒരിക്കലും മാറ്റി നിർത്തപ്പെടും. ഇനി അവരിങ്ങനെ ഒരുപാട് വയസ്സായി വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം വരണം, അല്ലാതെ മാറൂല, ഫീൽഡ് ഔട്ട് ആവൂല. കാരണം മമ്മൂക്കയാണെങ്കിൽ ഇപ്പോഴും 17 വയസ്സുകാരനായി വരെയാണ്. ലാലേട്ടനാണെങ്കിൽ അത്യാവശ്യം തടിയൊക്കെ കുറച്ചതേ. ചേട്ടാ, രണ്ടുപേരും നല്ല രീതിയിൽ ശരീരം നോക്കുന്ന ആളുകളാണ്. അവരെന്നും മലയാളത്തിന്റെ മണിമുത്തുകളാണ്, സൂപ്പർ സ്റ്റാറുകളാണ്. അപ്പൊ അവരൊരിക്കലും ആർക്കും ചന്തുവിനെ ചതിക്കാനാവില്ല മക്കളെ. പറ്റൂല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അവര് നീണ്ടാൾ വാഴട്ടെ, അതിന് പുറകെ ഇവരുടെ ചുവട് പിടിച്ച് പുതിയ പുതിയ പിള്ളേർ വരട്ടെ, പുതിയ സൂപ്പർ സ്റ്റാറുകൾ വരട്ടെ, എല്ലാവരും വരട്ടെ, അടിച്ചു കയറട്ടെ. അപ്പൊ ഡൊമിനിക്കിനും തുടരുവിനും എല്ലാവിധ ആശംസകളും. പിന്നെ ഡൊമിനിക് എന്തായാലും പൊളിക്കും. ഗൗതം മേനോന്റെ പടമാണ് നമ്മൾ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, 2 പടം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും രണ്ടും ഒരു ദിവസമാണ് റിലീസെങ്കിൽ പെട്ടു. പക്ഷെ വെവ്വേറെ ദിവസങ്ങളിലാണെങ്കിൽ നല്ല സമാധാനപരമായിട്ടിരുന്ന് ലാലേട്ടന്റെ സിനിമ ആണ്, മമ്മൂക്കയുടെ സിനിമ ആണ്, അന്ന് 2 പടത്തിന്റെ റിവ്യൂ പറഞ്ഞ് പൊളിക്കും നമ്മള്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.